അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അടുത്ത് വീട് വെച്ചു, പക്ഷേ പാറയിൽ വെള്ളം കുത്തി നോക്കിയിട്ട് വെള്ളം കിട്ടണില്ല. അത് വെള്ളമുള്ള ഒരു സ്ഥലം കാണാത്തത് കൊണ്ട് കൃഷി ഇറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രകൃതി കനിഞ്ഞു നൽകേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുകയും അതിൻ്റെ പേരിൽ ജീവിതം വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്ന മക്കളെ അമ്മേ, നോട്ട് ബൈ മെഡ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ കൃപ കൊണ്ട് ഏതെല്ലാം മേഖലകളിൽ വീണ് കിടക്കുന്നുണ്ടോ ജീവിതം, ഏതെല്ലാം മേഖലകളിൽ തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ടോ ജീവിതം, പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനൊക്കെ പോയിട്ടെങ്കിൽ നീന്തി കയറാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള 10,000 മനുഷ്യരെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയോടും പ്രത്യക്ഷയുടെ പ്രാർത്ഥനയോടും ചേർന്നുകൊണ്ട് ഇന്നത്തെ എല്ലാ മനുഷ്യരെയും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളുടെയും വേദനകളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കർത്താവിൻ്റെ നാമം നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അഭിജിത്ത് കൃഷ്ണൻ എന്നും പറഞ്ഞൊരു മകൻ
നമ്മുടെ ആൾക്കാരെ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യം വന്നപ്പോൾ കുറേ പാട്ടാണ് പാടിയത് ക്രിസ്തുവിൻ്റെ. അത് വളരെ സന്തോഷത്തോടെ ലയിച്ചാണ് പാടണത്. പാടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കുറേ ദൈവാനുഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നെ സ്പർശിച്ചത് അവൻ്റെ ദൈവാനുഭവങ്ങളെക്കാൾ ഉപരി കേരളത്തിലെ 33 നഗരസഭകളിൽ ഞാൻ പോയി കർത്താവിൻ്റെ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ്. അവിടെ ആൾക്കാരോട് സംസാരിക്കുകയോ ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുകയോ ചെയ്താണ്. ശരിക്കും ചില ആൾക്കാരൊക്കെ എങ്ങനെ ഇപ്പം ഈ പീഡിയ കച്ചവടക്കാരൊക്കെ ഉടമ്പെടുത്തിട്ടേ അവർ പത്രം കൊണ്ടുപോകും. അവരെന്താ ചെയ്യണമെന്നറിയാം, അംഗവും കാണാൻ താളിയും പറിക്കാന്ന് പറഞ്ഞാൽ നെയ്യപ്പം തിന്ന കണ്ടുകൊണ്ട് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ കടയിൽ പിണ്ണാക്കും ശർക്കരയും അരിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർക്കെല്ലാം അവിടെ നിന്നുകൊണ്ട് കൈ നനയാതെ മെയ് നനയാതെ ഓരോ പത്രം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ പത്രപ്രശ്നം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോഴും ഓർക്കേണ്ടത് ഈ അഭിജിത്ത് കൃഷ്ണൻ്റെയൊക്കെ കൂടെയാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യണമെന്ന് ഓർക്കണം. പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ കാപട്യങ്ങളെല്ലാം ഇതുപോലെയുള്ള വലിയ ധീരരായിട്ടുള്ള വേദസാക്ഷികൾ തകർത്തുകളെ. കാരണം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മെയ്യനങ്ങാതെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ദൈവത്തിന് ഏതെല്ലാം രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതനുസരിച്ചൊക്കെ ചെയ്ത് അനുഗ്രഹത്തിനാണ് വലിയ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം അത് നമുക്കറിയാം, ദൈവത്തിനും അറിയാമത്. അതുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നമ്മൾ കോമ്പറ്റ് ചെയ്യണത് ഇതുപോലെയുള്ള ആൾക്കാർ. ഈ അഭിജിത് കൃഷ്ണൻ പറഞ്ഞ വേറൊരു സാക്ഷിയുണ്ട്. ഞാൻ ഒരു ബസ്സിൽ കയറുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുകയായിരിക്കും, ഞാൻ വെറുതെ ബസ്സിൽ നിന്നൊരു പാടും, കർത്താവിൻ്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും, നല്ല പാട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അവരോട് ബസ്സിൽ വെച്ച് ക്രിസ്തുവിനെ കുറിച്ച് പറയും. ഞാനിത് കേട്ടിട്ട് എനിക്ക് തന്നെ ചമ്മൽ വന്നു. ഞാനൊരിക്കലും ക്രിസ്തുവിനെ ബസ്സിൽ വെച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല ബസ്സിൽ വെച്ച് ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കും. അതിന് അഭിഷേകം കിട്ടിയിട്ടില്ലെന്ന് വേണേൽ പറയാം, എളിമയോടെ സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്നാ ശരിക്കും പറഞ്ഞാൽ ആര് പറഞ്ഞു കൊടുത്തു? ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആൾക്കാരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയോ മോട്ടിവേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഉടമ്പെട്ട വഴികളൊക്കെ പറഞ്ഞു കൊടുക്കും ആൾക്കാരോട്. പക്ഷെ ചില ആൾക്കാർ നമ്മളെ 1 മൈൽ പോകാൻ പറയുമ്പോൾ അവർ 10 മൈലാണ് പോണത്. അതാണ് വിഷയം. കർത്താവ് പറഞ്ഞെങ്കിൽ 1 മൈൽ പോകാൻ പറയുമ്പോൾ 2 മൈൽ പോയാൽ മതി എന്നാണ്. ഇതങ്ങനെയല്ല. ചില ആൾക്കാർ 20 മൈൽ പോകും. പക്ഷെ അവർക്ക് അതിനുള്ള അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതാണ് വിഷയം. നല്ല ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഭയങ്കരമായ ചിലക്ക് ദൈവസ്നേഹം അല്ലല്ലോ ഉടമ്പടി എടുക്കുമ്പോൾ, വസ്തുസ്നേഹം, വ്യക്തിസ്നേഹം അല്ലേ. ചില ആൾക്കാരൊക്കെ ആരെങ്കിലും ലവർമാരെ കല്യാണം കഴിക്കാനുള്ളവർ കല്യാണം കഴിക്കാൻ വേണ്ടി കർത്താവിന് പണി കൊടുത്തുവെച്ച് ഉടമ്പടി എടുക്കും. പുള്ളിക്കാരത്തി അല്ലെങ്കിൽ വിചാരിക്കുന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടും പോകും. നമ്മളറിയത്ത് പോലും ഇല്ലേ. അപ്പം അങ്ങനെയുള്ള ഉടായ്പ പാർട്ടികളുണ്ട് ശരിക്കും. അതായത് എന്താ വിഷയം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കണ്ണിൻ്റെ ദുരാശ കൊണ്ട് കണ്ടുപിടിച്ച അയാളെ ദൈവം നിങ്ങൾക്ക് ഒപ്പിച്ചു തരണമെന്ന്. ദൈവം എന്ന ഏജൻസി പ്രേമിച്ച് നടക്കുന്നവരുടെ ഏജൻസിയാണ്. അപ്പം നിങ്ങളുടെ പഴയ ഫയലുകൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളൊരു ഫ്രോഡാണെന്നുള്ളത്. കാര്യം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ കുഷ്ഠരോഗികൾ പോലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയണത് എനിക്ക് മനസ്സാകുന്നു എന്ന് പറയത്തില്ല. അപ്പം നമ്മൾ എന്ത് ഉടമ്പടി ചെയ്താലും അത് ഇപ്സഫാക്റ്റോ അണ്ടർസ്റ്റുഡാണ്. എന്താണ് അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. വചനം എടുത്തേ. മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഭയങ്കര ഞാനത് എപ്പോഴും ഇടയ്ക്ക് എൻ്റെ തലയിൽ വരുന്ന ഒരു സംഭവമാണ്. ഈ കുഷ്ഠരോഗി ഭയങ്കര വിജ്ഞാനമുള്ളൊരു മനുഷ്യനാണ്. പിന്നെ കുഷ്ഠരോഗി അയാളെ സഹായിക്കാനോ സന്ധിക്കാനോ അയാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനോ പോലും യോഗ്യതയില്ല. ഇവർക്ക് മണിയടിച്ച് നടക്കുന്ന പാർട്ടിയാണ്. അവർ വരുന്നത് കണ്ട അവർ സ്വന്തം അവർക്കൊരു മണി കൊടുത്തിട്ടുണ്ട്. സമൂഹം കൊടുത്തല്ല, അവർ കലക്ക് കാശ് കൊടുത്ത് മേടിച്ചതാണ്. അത് അടിക്കണം. തങ്ങൾ കുഷ്ഠരോഗിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുഷ്ഠം വന്നാൽ ഇവർ വഴിയിട്ടടിക്കും നാട്ടുകാർ. അങ്ങനെ ഒരു ജന്മമാണ് ആ കുഷ്ഠരോഗത്തിൻ്റെ ജന്മം.
അവർക്കത് യാചിക്കുവാൻ പോലും അർഹതയില്ലെങ്കിൽ അത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കർത്താവേ, നിൻ്റെ അടുത്ത് യാചിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്ന് എനിക്കറിയാം. 7:7 ഒരു ശതാധിപനുണ്ട്. അയാളെ കർത്താവിനെ കാണുമ്പോൾ പറയണ വർത്താനം കേട്ടോ, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അത് ആ വിചാരം തന്നെ ഒരു എളിമയാണ് അദ്ദേഹത്തിന്. ഇപ്പം നീ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവതിരുസന്നിധിയിൽ എത്ര നീ വിശുദ്ധനാണെങ്കിലും, എത്ര നീ സൽപ്രവർത്തികളും കൃപാവര പ്രവർത്തികളും കൊണ്ട് നീ കോമ്പറ്റൻ്റ് ആണെങ്കിലും, ദൈവത്തോട് സംസാരിക്കാൻ കഴിയണത് ദൈവം തന്നൊരു യോഗ്യതയെ കരുതിക്കൊണ്ട് എളിമപ്പെടുന്നപ്പെട്ട് പ്രാർത്ഥനയിൽ അത് വേണം. അതാണ് കുഷ്ഠരോഗിയും പറയണത്, അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. എനിക്ക് വേണ്ടി ആരും മനസ്സാകുന്നില്ല. അയാളുടെ മെയിൻ സംഭവം അതാണ്. അയാളുടെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരാരും അയാളുടെ കാര്യത്തിൽ മനസ്സാകുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞ് കേട്ട്, കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെ കാര്യത്തിൽ ആരെല്ലാം മനസ്സാകുന്നില്ലെങ്കിലും ചിലപ്പോൾ ഈശോ മനസ്സാകുമെന്ന് തോന്നിയിട്ട് ആ ഒരു വിശ്വാസത്തിലാണ് അയാൾ ചോദിക്കുന്നത്, കർത്താവേ, ആർക്കും എൻ്റെ മേലൊരു മനസ്സില്ല, പക്ഷേ അങ്ങക്ക് മനസ്സുണ്ടായതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സുഖം പ്രാപിക്കും. അപ്പോൾ വിശ്വാസമാണ് അതിൻ്റെ അകത്ത്. പിന്നെ തൻ്റെ എളിമപ്പെടലും. ഈ ശതാധിപനും ആ ടൈപ്പാണ്. അങ്ങയെ നേരിട്ട് കാണാൻ പോലും കാണുന്നത് പോലും യോഗ്യതയില്ലെന്ന് ഞാൻ കരുതിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴെന്താ ശതാധിപൻ ഈശോ അപ്പം തന്നെ അവൻ്റെ കൂടെ പോയെന്നാണ് പറയണത്. കുട്ടികളുടെ എന്താ പറയണത്, എനിക്ക് മനസ്സാകുന്നു, നീ സഖ്യമുണ്ടാകുക. കേട്ടാ, കർത്താവിൻ്റെ ഹൃദയത്തെ ഇവർ രണ്ടുപേരും ഇങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ കർത്താവിൻ്റെ ഹൃദയത്തെ വിശ്വാസികളിലേക്ക് തിരിക്കണം കണ്ടില്ലേ. അതായത് ഈ തിരിക്കണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ യോഹന്നാൻ മാന്താരുടെ ജനത്തെക്കുറിച്ച് പറയണത്, അവൻ പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് തിരിക്കുമെന്നാണ്. ലൂക്ക 1:17 പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് തിരിച്ചു വരണത്. ഇപ്പം പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് കൊണ്ടുവരാൻ, അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പം ഇതുപോലെ ഒരു കൗണ്ടർ തിരിച്ചു കൊണ്ടുവരവാണ് എന്താണ്, ദൈവത്തിൻ്റെ ഹൃദയത്തെ മനുഷ്യരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ കുഷ്ഠരോഗിക്കും കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ ശതാധിപനും കഴിയുന്നുണ്ട്. അതെങ്ങനെ കഴിയണം? അവരുടെ വിശ്വാസത്തെ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ അവിടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ എളിമപ്പെട്ടിട്ടാണ് അവരത് അപ്രൈസ് ചെയ്യണം. അപ്പോൾ ദൈവദർശനം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബോധം, എളിമയുടെ ബോധം ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് തിരിഞ്ഞു വരും. അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ ഭൂമിയിൽ എന്നെ എൻ്റെ കുടുംബത്തിനെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് 1000 നന്ദി. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ അമ്മയുടെ ജന്മദിനത്തിന് ഈ ആൾക്കാരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ അന്ന് ഞാൻ ജോസഫ് അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഞാൻ ഈ ആൾക്കാരയിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് കരച്ചിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം അന്ന് എൻ്റെ വായിൽ വന്നത് അത്രയും ഔസേപിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഔസേപിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കേണ്ട, ഞാൻ ഉടമ്പടി എടുക്കേണ്ട ക്ലാസ്സിൽ പോയിരുന്നു. കാരണം ബോധം മൊത്തം പോയി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ ആ ഒരു അവസ്ഥ. കാരണം ഒരു 21 ദിവസം ഡേറ്റ് ഇട്ട് അച്ഛൻ തന്നു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി, എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് വന്ന് ഈ ഒരു തൂണിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞാനും എൻ്റെ അച്ഛനും. അപ്പോൾ ഔസേപിതാവെയാണ് എൻ്റെ വായിൽ പറഞ്ഞത്, ഔസേപിതാവെ പ്രാർത്ഥിക്കണമേ, ഔസേപിതാവെ എനിക്ക് വേണ്ടി മാതാവിനോടും കർത്താവിനോടും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു പുരുഷൻ എൻ്റെ അടുത്തേക്ക് വന്നു. ആ വ്യക്തി ആരാന്നൊന്നും എനിക്കറിയില്ല. അന്ന് അമ്മയുടെ ജന്മദിനം എനിക്ക് തന്നിട്ട് പോയ ജപമാലയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ആൾക്കാരെ നിന്ന് അങ്ങ് പോയി. ഞാൻ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, ജസ്റ്റ് എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയി. പിന്നെ
ഡിസംബർ 2023 ഡിസംബർ 11, 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് എനിക്കതിന് തൊട്ട് മുന്നേ വരെ എനിക്കറിയത്തില്ലായിരുന്നു. റോമ 10 തിരുവചനം പറയുന്നുണ്ട്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. 13 വർഷമായിട്ട് എനിക്ക് അമ്മ മാതാവായിട്ട് ബന്ധമുണ്ട്. കാർമൽ പള്ളിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അത്രയും നാളും എൻ്റെ ഉടമ്പടി എടുക്കുന്ന തൊട്ട് മുന്നേ വരെ യേശു കർത്താവാണെന്ന് എനിക്കറിയില്ല, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് എനിക്കറിയാം, ഈസ്റ്റർ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയി. ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസാണ്. അപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. പക്ഷേ ഞാനും അച്ഛനും പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഉടമ്പടി സെക്കൻഡ് റിന്യൂ ചെയ്ത സമയത്ത് എൻ്റെ അമ്മയുടെ കാലിലൊരു ചെറിയ മുറിവ് വന്നു. മുറിവെന്ന് വെച്ചാൽ ആദ്യം ഇടത്തെ കാലിലാണ് വന്നത്. അപ്പം അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എടി എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു മുറിവ് വന്നേക്കും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആ ഒരു മുറിവാണ് വന്നേക്കുന്നതെന്ന് പറയും. ഞാൻ പറഞ്ഞു, അമ്മ സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, മാതാവ് സൗഖ്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയും. പക്ഷേ അമ്മയ്ക്ക് പേടിയാണ്, അമ്പലം അവിടെ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കും. ഇല്ല, കുഴപ്പമില്ല, സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, സൗഖ്യപ്പെടുത്തും. അപ്പം അത് പിന്നെ എന്തായി, അടുത്ത കാലിലോട്ട് അത് സ്പ്രെഡായി. ആ സ്പ്രെഡായ മുറിവെന്ന് വെച്ചാൽ നമ്മുടെ 1 രൂപ കോവിൻ്റെ അത്രയും ആ ഒരു വൂണ്ട് വലുതായി. അത് വ്രണമായിട്ട് മാറി. കാലിൽ നിന്ന് അത്രയും ബ്ലഡും പസ്സും അത് മാത്രമേ വരത്തുള്ളൂ. അമ്മയ്ക്ക് കാല് തറയെ കുത്താൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള വേദനയാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഈ ഒരു വൂണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ പേടിയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു 2-3 വർഷം മുന്നേ അമ്മയ്ക്കൊരു ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അത് RCCയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് വന്നത്. അപ്പം അതിന് വന്നപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഒരുപാട് വട്ടം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്ത് മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ട്, നീ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം, RCCയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ അമ്മയുടെ അസുഖം എനിക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി കാണിച്ചതായിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലി പൊയ്ക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് മാതാവ് വെളിപ്പെടുത്തി തന്നത്. പിന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ റേഡിയേഷൻ വരല്ലേ, ബാക്കി കീമോ ആണെങ്കിൽ 10 കുറവോ അല്ലെങ്കിൽ 5 കുറവോ ആക്കി തരണമേ. എൻ്റെ അമ്മയ്ക്കോ എനിക്കോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ അമ്മയെ വിശ്വസിക്കും. അപ്പോൾ ഞാൻ എവിടുന്നോ 91 സങ്കീർത്തനം കേട്ടു. അപ്പം അമ്മ വിശ്വാസത്തോടെ 91 സങ്കീർത്തനം പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ വാക്ക് കേട്ട് എൻ്റെ അമ്മ 91 സങ്കീർത്തനം പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ദിവസം 3 മണിക്ക് RCC നിൽക്കണം ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പിനൊക്കെ. അങ്ങനെ കരുണ കൊന്ത പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല ചൊല്ലി. അങ്ങനെ ആ ഒരു സൗഖ്യം അമ്മയ്ക്ക്, ഞങ്ങൾക്ക് ജപമാല ചൊല്ലിയായിരുന്നു അമ്മ പൂർണ്ണ സൗഖ്യം തന്നത്. ജപമാല ഏറ്റവും വലിയ ശക്തമായ പ്രാർത്ഥനയാണെന്ന് എൻ്റെ ഉടമ്പടിക്ക് ശേഷമായിരുന്നു എനിക്ക് അന്നത്തേനേക്കാളും പിന്നെ എനിക്ക് ബോധ്യം വന്നത്. അങ്ങനെ എൻ്റെ അമ്മയുടെ ഈ കാലിൽ വലിയൊരു 1 രൂപ കോയിൻ്റെ അത്രയുള്ള വൂണ്ടാണ് വന്നത്. അപ്പോൾ ഡോക്ടറെ കാണാൻ പോയി. ട്രിവാൻഡ്രത്തുള്ള കോസ്മോ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു, ഇത് ബയോസ്പിക്ക് അയക്കണം, പിന്നെ ഇത് കരിയിച്ചാണ് കളയേണ്ടത്, പിന്നെ സോക്സ് ഇട്ട് മാത്രമേ ഇനി നടക്കാൻ പറ്റത്തുള്ളൂ, കാരണം അമ്മയ്ക്ക് ഷുഗറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആകപ്പാടെ വീണ്ടും ടെൻഷനായി, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, മാതാവിനെ വന്ന് കാണിക്കാം, അമ്മയുടെ കാല് മാതാവിനെയും തമ്പുരാനെയും കാണിക്കാമെന്ന് പറഞ്ഞ് ഈ ആൾത്താരയിൽ വന്ന് എൻ്റെ അമ്മയെ ഈ കാല് കാണിച്ചു. ജോസഫ് അച്ഛനെ അന്ന് കാണാൻ അവസരം കിട്ടി. ജോസഫ് അച്ഛൻ സെയ്ത്ത് പൂശി പ്രാർത്ഥിച്ചതിന് പെട്ടെന്നായിരുന്നു അത് ഫുള്ളായിട്ട് അത് കരിഞ്ഞ് വന്നത്. എന്നിട്ട് എന്തായി, ഈ അമ്മയുടെ കാലിൽ വന്നത് എൻ്റെ കാലിലേക്ക് സ്പ്രെഡായി. അങ്ങനെ അമ്മയ്ക്ക് 1 എണ്ണമാണ് വന്നെങ്കിൽ എനിക്ക് 5 എണ്ണമാണ് വന്നത്. 5 എടുത്ത് എനിക്ക് കാരണം കാലിൽ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, ആ രീതിയിലായിരുന്നു എനിക്ക് മുറിവ് വന്നത്. ആ 5 എണ്ണം വന്നിട്ടും ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു മുടക്കം വരത്തില്ല. ഞാൻ ആ മുറിവ് വെച്ചുകൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം, പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ ഉടമ്പടിയുടെ നിയോഗമായിരുന്നു എൻ്റെ ലക്ഷ്യം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഉടമ്പടിയുടെ ലക്ഷ്യം ക്രിസ്തു, മാർഗം എൻ്റെ നിയോഗമാണെന്നുള്ള സത്യം, അത് പരിശുദ്ധ അമ്മയുമാണെന്നുള്ള സത്യം, എനിക്ക് ആ ജ്ഞാനം എനിക്ക് കിട്ടിയത്. പണ്ടൊക്കെ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്ന സമയത്ത് ആരുടെയും ഒരു വ്യക്തിയെടുത്ത് ആരും കാണാതെ ഇങ്ങനെ ചെന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈ പറന്നായിരുന്നു പത്രം കൊടുത്തത്. അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവെ എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ. ഓരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും കർത്താവിൻ്റെ നാമത്തിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ട് യേശുനാമം മഹത്വപ്പെടണം. ആദ്യമൊന്നും എനിക്കറിയില്ല, യേശുനാമം മഹത്വപ്പെടണം എന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു രോഗം വന്നതെന്ന് വെച്ചാൽ പാങ്ക്രിയാസിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല. എന്ത് ഫുഡ് കഴിച്ചാലും അപ്പോൾ ഒന്നെങ്കിൽ വൊമിറ്റിങ്ങോ അല്ലെങ്കിൽ വയറ് അതിശക്തമായ പെയിനോ ആയിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്തായാലും എൻ്റെ വല്യമ്മ പറഞ്ഞ പ്രകാരം ഞങ്ങൾ എറണാകുളത്തുള്ള സെയിൻറ്റ് ജൂഡ് പള്ളി
തേവര പുണ്യാളൻ്റെ പള്ളി ചെന്ന് വ്യാഴാഴ്ച ദിവസം രാവിലെ തൊട്ട് രാത്രി പള്ളി അടയ്ക്കുന്ന വരെയുള്ള എല്ലാ കുർബാനയും എല്ലാ നൊവേനയും ഞങ്ങളിരുന്ന് അതൊരു നേർച്ചയായിരുന്നു. എന്നിട്ടും എനിക്ക് അതിനൊരു പൂർണ്ണ സൗഖ്യം വരുന്നില്ല. വീണ്ടും തങ്കിപ്പള്ളി പോയി, എല്ലായിടവും പോയി, എനിക്കൊരു സൗഖ്യമായിട്ട് വരുന്നില്ല. അവസാനം അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഞാനിത് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് മുട്ടിമേൽ നിൽക്കാനോ ഒരു ആഹാരം പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും പെയിനായിട്ടാണ് വരുന്നത്. കാരണം എനിക്ക് എറണാകുളത്ത് ഒരു കോളേജിൽ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, ശ്വാസം കിട്ടത്തില്ല. പെയിൻ എന്നെ ഇങ്ങനെ ചുറ്റി വലിയുമായിരുന്നു. ആ പെയിൻ അവസാനം ഞാൻ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ പാങ്ക്രിയാസിന് പൂർണ്ണ സൗഖ്യം അമ്മ മാതാവ് തിരുമാലിൽ എനിക്ക് മേടിച്ച് തന്നു. അതേപോലെ എൻ്റെ നട്ടലിന് ഒരു ബെൻഡ് ഉണ്ടായിരുന്നു. വെച്ചാൽ എനിക്ക് മുട്ടുകുത്തി നിൽക്കാൻ പറ്റത്തില്ല. മുട്ടുകുത്തി നിൽക്കുമ്പോഴത്തേക്ക് ഉടനെ എനിക്ക് പെയിനാണ്. മുട്ടുകുത്തി പ്രതിഷ്ഠം അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഞാൻ അമ്മ മാതാവിൻ്റെ തൻ്റെ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എനിക്കതിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് രോഗികളെ കാണാൻ പോവുമായിരുന്നു. രോഗികളെയൊക്കെ ഞാൻ ആദ്യം കാണാൻ പോയത് എൻ്റെ നിയോഗത്തിന് വേണ്ടിയായിരുന്നു. സത്യസന്ധമായി ഞാൻ പറയുക. പിന്നെ ആയിരുന്നു എൻ്റെ ഓരോ പുതുക്കലിലൂടെയാണ് എനിക്ക് ആ ജ്ഞാനം കിട്ടിയത്. രോഗികളെ കാണാൻ പോകുന്നതായാലും എല്ലാ കാര്യത്തിനും കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോൾ ചെയ്തു പോയ എല്ലാ തെറ്റിനും ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാമം മഹത്വപ്പെടണമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ എൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ എൻ്റെ നിയോഗം ഓർക്കാറില്ല. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ആ സമയത്ത് ബാക്കിയെല്ലാം അമ്മയുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കും. പിന്നെയാണ് എനിക്ക് ഔസേപിതാവിനോടുള്ള ആ ഒരു പ്രാർത്ഥന എനിക്ക് വരാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ മാതാവിനെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ കാർമലിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് എപ്പോഴും, കാർമൽ മാതാവിൻ്റെ മുമ്പിൽ. അപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച എനിക്കൊരു സ്വഭാവമുള്ളത്, ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ചോക്ലേറ്റ് മേടിച്ച് വയ്ക്കും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തിത്വേക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഔസേപിതാവിനും കൂടെ ചേർത്താണ് ഞാനത് മേടിച്ച് വയ്ക്കുന്നത്. എന്തോ എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം മാതാവിൻ്റെ മുമ്പിൽ ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല പുസ്തകം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മാതാവിൻ്റെ ഒരു സ്പാർക്ക് എൻ്റെ മുമ്പിലേക്ക് വന്നു. അത് ഈ നീലയും സിൽവറുമാണ് വന്നത്. കാർമൽ മാതാവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ആ സിൽവർ വന്നിട്ട് എൻ്റെ മുമ്പിലൂടെ ആ സ്പാർക്ക് ഇങ്ങനെ പൊട്ടി. ആ സ്പാർക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് എനിക്കത് അതിശയം തോന്നി. കാരണം എന്താണെന്ന് എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ആയിരുന്നു എനിക്ക് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ആ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് വരുന്നതാണ് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത് എൻ്റെ അപ്പൻ ആരെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കർത്താവിനെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. കാരണം അതിന് തൊട്ട് മുന്നേ വരെ എൻ്റെ നിയോഗമായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അതിന് ഉടമ്പടിക്ക് ശേഷം ആരുടെ ചോരയാണ് എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നതെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് എറണാകുളം നമ്മുടെ ലൂർദ് പള്ളി, തേവര ലൂർദ് പള്ളിയുടെ അടുത്ത് വെച്ചായിരുന്നു ആ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നത്. ആ അമ്മ ആരാന്ന് എനിക്കറിയില്ല. ആ അമ്മ ഒരു ചുരിദാറൊക്കെ ഇട്ട് ഒരു സിൽവർ കളർ ഹെയർ ആയിരുന്നു ആ അമ്മയ്ക്ക്. അത്രയും നേരം ആ പള്ളിയിൽ ഒരൊറ്റ വ്യക്തികളും ഇല്ല എന്നാൽ 1 മണിക്കൂർ ഞാൻ എൻ്റെ ജപമാലയിലെ വിശ്വാസ പ്രമാണം പറയുമായിരുന്നു. ജപമാലയെക്കാളും കൂടുതൽ വിശ്വാസ പ്രമാണം പറയും. ആ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, വചനം എടുക്കുക, നമുക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ സമയത്ത് വചനം എന്താണെന്നോ കർത്താവ് എന്താണെന്നോ ദൈവപിതാവ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ആ അമ്മ എൻ്റെ കൂടെ ഇരുന്ന് ആ അമ്മയും വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന സർവശക്തനായ കർത്താവേ എന്ന് വിളിച്ചായിരുന്നു ആ അമ്മ പ്രാർത്ഥിച്ചത്. കാരണം എന്നിട്ട് ആ അമ്മ എൻ്റെ അടുത്ത് നീ കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ചു. എന്നിട്ട് അമ്മ ചോദിച്ചു, നീ കർത്താവിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിനെ കാണുന്നില്ല. അങ്ങനെ 3 വട്ടം എൻ്റെ അടുത്ത് ആ അമ്മ ചോദിച്ചു. 3ാമത്തെ വട്ടം ഞാൻ കർത്താവിനെ കണ്ടു. അപ്പം മോളെ, നിൻ്റെ അടുത്ത് കർത്താവില്ല, നീ കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി പക്ഷേ കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണ്ടേ? എനിക്ക് എന്തോ ഒരു തടസ്സമായിട്ട് എനിക്കിങ്ങനെ നിൽക്കുമോ, കർത്താവിനോട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പം വീണ്ടും ഞാൻ കൂടുതൽ മാതാവിനോട് എടുത്തു. അപ്പോൾ സെയിൻജിയുടെ പള്ളി തേവരെ പോയപ്പോൾ ഇതേപോലെ ഒരു അങ്കിൾ എൻ്റെ അടുത്തേക്ക് വന്നു. ആ അങ്കിള് അപ്പോൾ ഞാൻ കർത്താവിനെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ജപമാല ചൊല്ലുവാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ശരി. അതിന് ചോദിച്ചു, എന്തുണ്ടെങ്കിലും അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവൻ ഇറങ്ങി വരും, നീ എന്തിനാ പേടിക്കണേന്ന് ചോദിച്ചിട്ട് ആ അങ്കിളും അവിടെ നിന്ന് പോയി. എന്നിട്ട് കലൂർ പുണ്യാളൻ്റെ പള്ളിയുടെ അടുത്തും ഞാൻ ഇതേപോലൊരു ആവശ്യത്തിന്, കാരണം അതൊരു വലിയ പ്രതിസന്ധിയായിട്ടുള്ള സിറ്റുവേഷൻ വരുക. അപ്പോൾ ആ സമയത്തും എൻ്റെ മുന്നിൽ കൂടെ ഒരു അങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അത്രയും നേരം ആ വ്യക്തി എന്നോട് ഒരു കാര്യം പോലും സംസാരിച്ചില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതിന് മുന്നേ ആ വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്തിനാ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീ ഒരു കാര്യം ഞാൻ പറയാം, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം മറക്കരുത്. തൊട്ടപ്പുറത്ത് അന്തോണീസ് പുണ്യാളനുണ്ട്, നീ മുറുകെ പിടിച്ച് നിന്നോണം. അത്രയും നേരം എൻ്റെ അടുത്തൂടെ പോയ വ്യക്തി ഒന്നും മിണ്ടിയില്ല. പക്ഷെ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക്, പക്ഷെ അതിന് ശേഷം ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു വന്നത്. അതിൽ ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള
നിൽക്കാനുള്ള സഹനം, ഒരു വല്ലാത്തൊരു സഹനമായിരുന്നു. പക്ഷേ പിടിച്ച് നിൽക്കാനുള്ള ശക്തി എനിക്ക് മാതാവും കർത്താവും എനിക്ക് ആ സമയത്ത് തന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അമ്മയുടെ പ്രസൻസ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന പ്രസൻസ് എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വലത് സൈഡിലും ഇടത് സൈഡിലും ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ വന്ന് നിൽക്കും. ആ ബട്ടർഫ്ലൈ ഇങ്ങനെ ചിലപ്പം പ്രകാശമായിട്ടാണ് വരുന്നത്. ബട്ടർഫ്ലൈ ആയിരുന്നു പ്രസൻസ്. പിന്നെ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത് ഞാനും എൻ്റെ അമ്മയായിട്ടാണ് പോകുന്നത്. നടന്നാണ് ഞങ്ങൾ പോകുന്നത്. അച്ഛനും കൊടുക്കാൻ പോകും, ഞങ്ങൾ നടന്നാണ് പോകുന്നത്. പിന്നെ എല്ലാ ആഴ്ചയിലും 1 or 2 ഉള്ളതുപോലെ ഞങ്ങൾ എന്തൊക്കെയാണോ പൈസപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും എല്ലാം ഉള്ളതുപോലെ ചെയ്യുന്നത്. അതെല്ലാം ഈശോയുടെ നാമത്തിൽ ചെയ്യുന്നു. പണ്ട് വചനം വായിക്കുമ്പോൾ ജസ്റ്റ് ഒരു കഥ ബുക്ക് വായിക്കുന്ന പോലെയായിരുന്നു ഞാൻ ബൈബിൾ വായിച്ചത്. പിന്നെയാണ് വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അമ്മയുടെ കാലിൽ ഊണ്ട് വന്ന സമയത്ത് ഞാൻ അമ്മയ്ക്ക് നേർച്ച വസ്തുവാണ് കൊടുക്കുക. ആ നേർച്ച വസ്തു കൊടുക്കുമ്പോൾ കർത്താവ് രോഗികളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ വചനമുണ്ട്. ആ വചനം ആ വെള്ളത്തിൽ വെച്ച് ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും. എന്നിട്ടാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആ വെള്ളം ഞാൻ കുടിക്കാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പറയും, അമ്മ സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും, സത്യദൈവം അമ്മയെ സൗഖ്യപ്പെടുത്തുക. അതിനുശേഷം എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ വാക്ക് കേട്ട് മാതാവിനെ ശക്തമായിട്ട്, മാതാവിനെയും കർത്താവിനെയും പൂർണ്ണമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പച്ചത്തിരിയിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എല്ലാവരുടെ കൂടെ അമ്മ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് അമ്മ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടത്. സായാഹ്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ പച്ചത്തിരിയിൽ മാതാവും കർത്താവും ഞങ്ങൾക്ക് തെളിഞ്ഞു വന്നു. ആ രൂപം അതേപോലെ മാതാവിൻ്റെ ഈശോയുടെ രൂപമായിരുന്നു അത്. ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി.